ഹായ്, എൻ്റെ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടിൻ്റെ അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയും. പിന്നെ അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും വേണ്ട. ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഒരു ലളിതമായ, അതായത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് സമയം മതി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ 4 ബീട്രൂട്ട് ഉണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അത് നമുക്ക് ചീന്തിയെടുക്കാം. ചെറിയ ചെറിയ കട്ടാക്കുന്നില്ല, അല്ലാതെ നമ്മളിങ്ങനെ ഉരച്ച് ചീന്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബീട്രൂട്ടിനെ ഞാൻ 4 പീസാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിനെയും 4 പീസാക്കി. ഇത് കണ്ടില്ലേ, നല്ലൊരു പിക്ചറല്ലേ ഇതിനുള്ളിൽ, നല്ലൊരു മോഡൽ. അപ്പോൾ ഇതിനെ ചീന്തി എടുക്കുകയാണ്. ഇതേപോലെ ചീന്തി എടുക്കുകയാണ് മുഴുവനായിട്ടും. അപ്പം അതൊക്കെ ഫുള്ളും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ബീട്രൂട്ട് മുഴുവനും ചീകി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്തു വെച്ചു. പിന്നെ ഇത്രയും വെളുത്തുള്ളിയെ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം മെയിനായിട്ട് ബീട്രൂട്ടാണല്ലോ. അപ്പോൾ ബീട്രൂട്ടിനേക്കാളും കൂടുതൽ രുചി വെളുത്തുള്ളിക്ക് ആയിപ്പോകും. അപ്പോൾ വെളുത്തുള്ളി അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും വെളുത്തുള്ളിയെ എടുക്കാറുള്ളൂ. അതായത് ഒരു ചേരുവ മതിയല്ലോ, അതാണ്. അപ്പോൾ ഇനി പാചകത്തിലേക്ക് കിടക്കാം. കുറച്ച് കറിവേപ്പില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അക്മാർക്കിൻ്റെ ജിഞ്ചല്ലി ഓയിൽ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞു. കടുക് താളിക്കാൻ വെളുത്തുള്ളിയൊക്കെ വേവായി കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ബീട്രൂട്ട് കൂടി ആഡ് ചെയ്യാം. ഇപ്പം നമ്മളിത് ഇടുമ്പോൾ കണ്ട പതയൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഏതാണ്ട് മുപ്പായി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊക്കെയാണ് പാകം. ഇപ്പോൾ പുതിയതായിട്ട് വെക്കുന്നവർക്കൊക്കെ പാകം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. ഇനി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം.
ചൂട് കുറച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. അച്ചാറല്ലേ, കുറച്ച് ഉപ്പ് വേണം. ബാക്കി എല്ലാം സെറ്റാക്കിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ശരിക്കും തോരൻ വെക്കുന്ന അതേ രീതിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. ലോ ഫ്ലെയിമാണേ. ഓ, വേവായി കഴിഞ്ഞു. ഉപ്പ് ഇപ്പോൾ ഇതിന് പാകം മാത്രമായിട്ടുള്ള ഉപ്പേ ഉള്ളൂ. അച്ചാറായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നൂറ് ഗ്രാം അച്ചാർ പൊടിയാണിത്. അച്ചാർ പൊടി മുളക് പൊടി ചേർത്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് മുളക് പൊടി വേവാകണം. ഇല്ലെങ്കിൽ ഒരു മുളകിൻ്റെ പച്ചമുളകിൻ്റെ ഒരു രുചി തന്നെ ഇങ്ങനെ നോക്കും. അതായത് പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചില്ലി അല്ല, വേവാത്ത മുളക്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വേവാകണം. അതിന് ശേഷമാണ് വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്യുക. ജീരകം, ഉലുവ എന്നിവ കായവും ചേർത്ത്, അതായത് സാമ്പാറിനുള്ള കായവും ചേർത്ത്, അതായത് ഇത് പൊടിച്ചാൽ കിട്ടുന്ന പൊടിയില്ലേ, എത്രത്തോളം കായം പൊടിയോ അല്ലെങ്കിൽ കഷ്ണമുള്ളത് ചേർത്ത് വറുക്കുക. എന്നിട്ട് അത് പൊടിച്ച് ഇതിൽ ചേർക്കണം. അപ്പോഴാണ് നല്ലൊരു രുചി ഉണ്ടാവുന്നത്, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും.
നമ്മളെടുത്ത് വെച്ച ഉലുവയും ജീരകവും ഇത് കായം പൊടിയാണ്. ഇത് വറുക്കാനൊന്നും എടുത്തില്ല, ഞാൻ നേരിട്ട് കൊടുക്കുകയാണ്. ഉലുവ ജീരകം പൊടി, വിനാഗിരി, സ്റ്റവ് ഇപ്പോൾ ഓഫിലാണേ. ഇപ്പം എല്ലാം ചേർത്ത് കഴിഞ്ഞു. എല്ലാം ഇത് അച്ചാറായി കഴിഞ്ഞു. ഇനി ഇത് ഭയങ്കര ടൈറ്റിലാണ് കാണുന്നത്. പിന്നീട് ഇത് ഒന്ന് തണിഞ്ഞ ശേഷം കുറച്ചുകൂടി സുർക്കയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് സുർക്ക എന്ന് ഞങ്ങൾ പറയുന്ന വിനാഗിരിയാണ് കേട്ടോ. ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ. ഓ, നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വിനാഗിരിയുടെയൊക്കെ പുളിയും അച്ചാർപ്പൊടിയുടെ എരിവും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നു. അത് മതി. ഇല്ലെങ്കിൽ മധുരം കൂടെ പോകും. പിന്നെ ഇത് അച്ചാറൊന്നും അല്ലാതായി പോകും. കരണ്ട് പോയി. നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിൽ തന്നെ വെക്കുന്നില്ല, വിനാഗിരി ഒഴിച്ചതല്ലേ. പിന്നെ അധികം ചൂട് ഇതിൽ പാത്രത്തിൻ്റെ ചൂട് തണിയാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുവരെ ഇതിൽ വെച്ചാലും ശരിയാവുന്നതല്ല. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത്. സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്.
അച്ചാർ വേഗം കേട് കൂടാതിരിക്കാനാണ് ബോട്ടിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം അച്ചാർ എടുത്ത് ബോട്ടിൽ നിറച്ചാൽ മതി. മതി. മുകളിലും കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഇത് ഡെയിലി യൂസിന് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് അല്പമായിട്ട് ഇതിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. അതാണ് ശരി. പിന്നെ എൻ്റെ ഈ പാചകം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് തരണം, സബ് തരണം, കൂടണേ. പിന്നെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. പിന്നെ അതുവരെ ബൈ. താങ്ക് യു.